ഹായ്. സോഷ്യൽ മീഡിയ മുഴുവനും ഇപ്പോൾ നമ്മുടെ പൂക്കി സി എമ്മിനെ ട്രോളുന്നതാണ് കൂടുതലായിട്ടും റീൽസുകളിൽ കാണുന്നത്. ഒരു ദുരന്തം വരുമ്പോൾ കേരളത്തിനൊപ്പം നിൽക്കുന്ന ഒരാളെയാണ് നമുക്ക് മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമുക്കൊരു സി എം ആയിട്ട് വേണ്ടത്. മറ്റുള്ളവർ ദുരിതം അനുഭവിക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ അവരൊന്ന് സഹായിക്കണം, അവരൊന്ന് ചേർത്ത് പിടിക്കണം. അല്ലാതെ വിരുന്ന് സൽക്കാരത്തിനും ഹെലികോപ്റ്ററിൽ പറക്കുകയും ചെയ്യുന്നവരെ ജനങ്ങൾ ഒരിക്കലും ഹൃദയത്തോട് ചേർത്ത് വെക്കില്ല, അല്ലെങ്കിൽ അവരൊരു നേതാവെന്ന് പറയില്ല. അതിന് ഏത് പാർട്ടി ആയാലും ആര് തന്നെ ആയിരുന്നാലും. ഇപ്പോൾ ജനങ്ങളാൽ ഇപ്പോൾ തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ്. കാരണം 10 വർഷം ഒരാൾ ഭരിച്ചു, അതിനുശേഷം ജനങ്ങൾക്ക് ഇനിയൊന്ന് മാറി നമുക്കൊന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ മാറി ഒന്ന് നമുക്ക് മാറ്റം വേറെ എന്തെങ്കിലും മാറ്റം കിട്ടുമോ നോക്കാം എന്നൊരു പ്രതീക്ഷയോടെ ഓരോരുത്തരും വിജയിപ്പിച്ചെടുത്ത ഒരാളാണ്. തെറ്റുകൾ പറ്റും, ആർക്കായാലും മനുഷ്യരില്ലേ, തെറ്റുകൾ പറ്റും. നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി പറയാനും ആക്കി ചിരിക്കാനും അതിന് മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. ഇന്ന് ഒരു വീഡിയോ കണ്ടിരുന്നു, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഒരു കുട്ടി വന്ന് പറയുന്നത്. അവർ ചോദിക്കുന്നത് വളരെ കൃത്യമായിട്ടും ന്യായമായിട്ടുമുള്ള കാര്യങ്ങളാണ് ആ കുട്ടി ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ വളരെ നല്ലൊരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ്. കാരണം മാറണം, ജനങ്ങൾ മാറണം. കാരണം നമുക്ക് അവകാശങ്ങൾ നമ്മൾ തന്നെയാണ് ചോദിച്ചു വാങ്ങേണ്ടത്. കടലിൻ്റെ മക്കളോട് പൊതുവെ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു ബസ്സായിക്കോട്ടെ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മീൻ വിൽക്കുന്ന ഒരു ആൻറ്റി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്നത് ഭയങ്കര മോശമായിട്ടായിരിക്കും. എൻ്റെ ഡ്രസ്സല്ല ഇതാവും. ചിലവർ മീൻ വിൽക്കുന്ന ആൻറ്റി വന്നിരിക്കുമ്പോൾ തന്നെ ചിലർ എണീറ്റ് മാറാറുണ്ട്. അതൊക്കെ അവരെ അപമാനിക്കുന്ന ഒരു തരത്തിലാണ്. എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്തൊക്കെ വന്നിരിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അവരുടെ അടുത്ത് സഹതാപം തോന്നിയിട്ടുണ്ട്. എന്താ അവരൊരു നികൃഷ്ട ജീവിയെ പോലെ കാണുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ എണീറ്റ് ഓടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരെ ഭയങ്കര നാറ്റമാണ്, അങ്ങനെയാണ്, സ്മെല്ല് ഉണ്ടാവാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. ഈ നാറ്റം അതാണെന്ന് പറയുന്നവർ ഉച്ചയ്ക്ക് ചോറ് കഴിക്കണമെങ്കിൽ മീൻകറി കൂടിയേ തീരൂ, അല്ലെങ്കിൽ മീൻ വറുത്തത് കൂടിയേ തീരൂ. അല്ലാതെ അവർക്കൊന്നും ചോറ് ഇറങ്ങത്തില്ല. ഈ കാണിക്കുന്നവരാണ് എനിക്ക് ഇതിൻ്റെ നാറ്റം പറ്റില്ല, അതിൻ്റെ നാറ്റം പറ്റില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അതൊക്കെ കുറച്ച് ഓവറാണ്. അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ന് ഈ കുട്ടി പറഞ്ഞ കാര്യത്തിൽ അവർ രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ അവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിനപ്പുറം അവർ കടക്കില്ല. കാരണം അതിൽ വർക്ക് ചെയ്യുന്ന ആരും ഒരു ലിമിറ്റേഷൻ താണ്ടി പോകാറില്ല. കാരണം ലിമിറ്റേഷൻ താണ്ടി പോകുന്നത് കടലിൻ്റെ മക്കൾ തന്നെയാണ്. കടലിൻ്റെ മക്കൾക്ക് കടലിൻ്റെ ആഴവും ഓളവും കടൽ എത്രത്തോളം ഉണ്ട്, കടലിൽ ആണ് അവരുടെ ജീവിതം മുഴുവനും. അവർക്ക് അതിൻ്റെ എല്ലാ ഇതും അവർക്കറിയാം. അവർ കുറച്ചുകൂടെ എന്ന് വെച്ചാൽ ഇതിൽ കടലിൻ്റെ മക്കളെ കുറച്ചുകൂടെ ഇതിലേക്ക്, അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിലും അല്ലെങ്കിൽ കടലിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെയും കുറച്ചുകൂടെ അവരെ നിർത്തിയാൽ കുറച്ചുകൂടെ ഉപകാരപ്രദമായിരിക്കും. കാരണം നമ്മളൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അതിൽ വർക്ക് ചെയ്തെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. കടലിൻ്റെ മക്കളാണ് കൂടുതലും കടലിനെ അറിയുന്നത്. അല്ലാതെ എവിടെന്നോ വരുന്ന 4-5 ഉദ്യോഗസ്ഥർ വന്ന് നിന്ന് നമുക്ക് ട്രെയിനിങ് തരുന്നതോ, അല്ലെങ്കിൽ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, നമുക്ക് ഇതുവരെ പോകാൻ പറ്റും, ഇതിനപ്പുറം അപകട മേഖലയാണ്. ഈ അപകട മേഖലയും തരണം ചെയ്തിട്ടാണ് ഇവർ മീൻ പിടിക്കാനും ഇവരെ ജോലികൾക്കുമായിട്ട് ഇവർ പോകുന്നത്. അവർക്ക് അതൊന്നും അപകട മേഖലയല്ലേ? അവരതൊന്നും ചിന്തിക്കുന്നില്ലേ? അവരുടെ ജീവൻ പണയം വെച്ച് തന്നെയാണ് അവരുടെ അന്നത്തിന് വേണ്ടിയും മനുഷ്യരുടെ അന്നത്തിന് വേണ്ടി അവർ പോകുന്നത്. അത് വിറ്റാണ് അവർ ജീവിക്കുന്നത്. അത് നമ്മൾ വാങ്ങിയാണ് അവർ ജീവിക്കുന്നത്. അതൊക്കെയും അവരുടെ ആവശ്യങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് നിറവേറ്റി കൊടുക്കണം. ഏത് നിയമം വന്നിരുന്നാലും, ആര് ഭരിച്ചിരുന്നാലും അവരുടെ ഓരോ ചോദ്യത്തിനും അത് കൃത്യമായി ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി അമ്മയ്യപ്പനെ കാണാൻ പോകുന്നതൊന്നും തെറ്റില്ല. പക്ഷേ ഹെലികോപ്റ്ററിൽ പോകുന്നത് വലിയ തെറ്റ് തന്നെയാണ്. കാരണം കഴിഞ്ഞ ഭരണത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ
എന്താ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വന്നെന്നും പറഞ്ഞ് ഒരുപാട് പേര് എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും മുഖവരയ്ക്കില്ല. ഇവരാരും ഒന്നും പറഞ്ഞിട്ടുമില്ല, എതിർത്തിട്ടുമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ എതിർക്കാതിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഹെലികോപ്റ്ററിൽ പോകാതിരിക്കണമായിരുന്നു. ഇത് പറയാൻ വേണം, നമുക്കും ചെയ്യാൻ വേണം. ഇപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറയണം. എന്തൊക്കെ അവസ്ഥയാണ്. സി എമ്മിൻ്റെതായിട്ടുള്ളൊരു കുറച്ച് ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. അധികം കൃത്യമായി ചെയ്യുക. അല്ലാതെ വരുന്ന ചോദ്യങ്ങൾക്ക് തട്ടിക്കേറി, അല്ലെങ്കിൽ തട്ടിക്കേറിയെന്നല്ല, വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കണം. ഇവിടെയൊന്നും വേറെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, മഴ പെയ്ത ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതല്ല ഒരു CM ചെയ്യേണ്ടത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഉദ്ഘാടനത്തിനും അമ്മായിയപ്പനെ കാണാനും ബിസിനസ് മീറ്റിങ്ങും ഒക്കെ പറഞ്ഞ് നിങ്ങൾ കറങ്ങി നടന്നപ്പോൾ ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇവിടെ നമുക്ക് തോന്നുന്നു, നമ്മളിവിടെ പറയാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സോട് പറയാറുണ്ട്, കാരണം ട്രിവാൻഡ്രത്ത് മാത്രമാണ് വലിയധികം ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നത്. ഭയങ്കര കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണ്. റീൽ അല്ലെങ്കിൽ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ്. ഈ വെള്ളം കയറുന്നൊരവസ്ഥ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇവിടെ ഒന്നും നടന്നില്ല എന്ന് പറയുന്ന CMനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇവിടെ CMനോ PMനോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നിറവേറ്റി കൊടുക്കുന്നത്. അല്ലാതെ സാധാരണക്കാരുടെ ഒരാവശ്യം പോലും ഇവിടെ നിറവേറുന്നില്ല. പക്ഷെ ഇതിനൊക്കെയും ഞാൻ പറയുന്നത് തമിഴ്നാട് തന്നെയാണ് നല്ലത്. പക്ഷെ തമിഴ്നാട് ജീവിക്കുന്നത്, ഞാനും അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്, അമ്മ ഇവിടെ നിന്ന് മാറി നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകാം, അവിടെ തന്നെ മൊത്തത്തിൽ നമുക്ക് സെറ്റിലാവണം. കുറച്ചുകൂടെ കാര്യങ്ങൾ നല്ലതാണ്, അവരുടെ ജീവിക്കാനായിട്ട് കുറച്ചുകൂടെ പറ്റും, അവരുടെ ഭരണം എല്ലാം നല്ലതാണ്. നമ്മുടെ റേഷൻ കട വഴി അവിടെ എന്തുമാത്രം സാധനങ്ങളാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫ്രീ യാത്ര ആദ്യമായി കൊണ്ടുവന്നത് തമിഴ്നാട്ടിലാണ്. അതൊന്ന് കോപ്പി അടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഇനി എത്ര ദിവസം പോകുമെന്നറിയില്ല. ഇന്നലെയും ഞാൻ ഒരു സ്ഥലം വരെ പോയപ്പോഴത്തേക്കും ഒരു അപ്പൂപ്പൻ, അപ്പൂപ്പൻ തന്നെ, അയാൾ പറയുന്ന കേട്ടോ, സ്ത്രീകളൊന്നും വീട്ടിൽ കിടക്കുന്നില്ല, എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് അങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷേ കുറച്ച് നേരം കൊണ്ട് സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചെതിർക്കണം എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു ബസ് വന്നു, അയാൾ കയറി പോയിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ ഒരിക്കലും ആവശ്യമില്ലാതെ യാത്ര ചെയ്യുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ യാത്ര ചെയ്യുന്നില്ല. സ്ത്രീകൾ കൃത്യമായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിലും, രാവിലെയും വൈകുന്നേരങ്ങളിലും തിരക്കുണ്ടാവും. അത് സ്കൂള് വിട്ട് വരുന്ന സമയത്ത്, സ്കൂളിലേക്ക് പോകുന്ന സമയത്തും തിരക്കുണ്ടാവാറുണ്ട്. കാരണം സ്കൂൾ പിള്ളേരാണ്, അത്രയ്ക്ക് തിരക്കുണ്ടാവും. പക്ഷെ എല്ലാ സ്ത്രീകളാണ്. അങ്ങനത്തെ രീതിക്ക് ഒരുപാട് സ്ത്രീകൾക്കെതിരെ കുറ്റം പറയുന്നുണ്ട്. കാരണം ഈ പുരുഷന്മാർക്ക് ഫ്രീ കൊടുക്കാത്തതിൻ്റെ പേരിൽ പുരുഷന്മാർ ഒരുപാട് സ്ത്രീകളെ വളരെ മോശമായിട്ടാണ് പറയുന്നത്. അവർക്ക് പൈസ കൊടുക്കണ്ടല്ലോ, അവർക്ക് തോന്നുന്നിടത്ത് പോകാം, തോന്നുന്നിടത്ത് വരാം, അങ്ങനത്തെ ഒരു രീതിക്ക് വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. അത് നല്ലൊരു കാര്യമല്ല. അവരവരുടെ ആവശ്യങ്ങൾക്കാണ് പോകുന്നത്. എന്താ അവർക്ക് ഇതിനു മുൻപ് അവർ ബസ്സിൽ പൈസ കൊടുത്തു തന്നെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചു നാളായിട്ടല്ലേ ഉള്ളൂ. ഒന്നാമത് സ്കൂൾ പിള്ളേരുള്ള സമയത്ത് ബസ്സിൽ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂൾ പിള്ളേർ ഒരുപാടാണ്. സ്കൂളുകളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും പിള്ളേർ അധികമാണ്. അവരുടെ ബാഗുകളും അതിനേക്കാളും വലിപ്പമാണ് ബാഗുകൾ. അത് തൂക്കിക്കൊണ്ട് കയറുമ്പോൾ തന്നെ 2 പേർക്ക് നിൽക്കേണ്ട സ്ഥലത്ത് ഒരാൾ നിൽക്കുമ്പോൾ 2 പേര് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. ഇപ്പം ബാഗ് കിടക്കുമ്പോഴത്തേക്ക് അധികമായിട്ട് അവർക്ക് ഒതുങ്ങാനും പറ്റത്തില്ല. ഇരിക്കുന്നവർ കുറച്ചൊക്കെ വെക്കാറുണ്ട്, ചിലർ വെക്കാറില്ല, ചിലർ ജാട കാണിച്ചല്ലെങ്കിൽ വെക്കില്ല എന്നൊക്കെ പറയണവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ CM സാറിനോട് പറയാനുള്ളത്, കുറച്ചുകൂടെ ജനങ്ങളെ അറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാവും നല്ലത്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിജയിച്ചമയാനായിട്ട് നിൽക്കണ്ട. ഇനിയും കൂടുതലായിട്ട് നാറത്തേ ഉള്ളൂ. ഓക്കെ.